നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധമാണ്. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പേജ് നമ്പർ 134 പ്രോബ്ലം നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ക്വസ്റ്റ്യൻസ് എഴുതിയിരുന്നു. ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ബ്ലൂ ആൻഡ് യെല്ലോ പെയിന്റ്സ് ആർ മിക്സ്ഡ് ഇൻ ദ റേഷ്യോ 2:5 to make a new color. 6 liter more of yellow than blue is taken. How many liters of each is mixed? അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? നീലയും മഞ്ഞയും എന്താണ് ചായങ്ങൾ കളർ ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യാണ്? മിക്സ് ചെയ്തു. എന്തിൽ? ഏത് റേഷ്യോ? 2:5. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു പുതിയ കളർ ഫോം ചെയ്തു. നീലയും മഞ്ഞയും കൂടി കൂട്ടി കലർത്തി ഉണ്ടാക്കി നമ്മൾ പുതിയ കളർ ഉണ്ടാക്കി. അപ്പൊ നീലയും മഞ്ഞയും കൂട്ടി കലർത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം? കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് 2:5 ആണെന്നത് ബ്ലൂ ആൻഡ് യെല്ലോ. അതായത് ബ്ലൂ ആണ് 2, യെല്ലോ ആണെന്നത് 5. അങ്ങനെയാണ് നമുക്ക് 2x എന്നും യെല്ലോനെ നമുക്ക് എന്തെടുക്കാം? അതായത് ബ്ലൂവിന് 2x എന്നും യെല്ലോ നമുക്ക് എന്ത് കൊടുക്കാം? 5x എന്നും എടുത്തൂടെ? അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ ആണല്ലോ. റേഷ്യോസിന് കൂടെ എക്സ് എന്ന് കൂട്ടി കൊടുക്കും. റെഡി ആണല്ലോ? ഓക്കെ. അപ്പൊ ഇതെന്താണ്? ബ്ലൂ ആണ്. ഇതെന്താണ്? യെല്ലോ ആണ്. റെഡി ആണല്ലോ മക്കളെ? ഇനി ഒരു കണ്ടീഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻ വെച്ചിട്ടാണ് നമുക്ക് ഈ ആൻസർ ചെയ്യേണ്ടത്. എന്താ കണ്ടീഷൻ? 6 liter more of yellow than blue is taken എന്നാ പറഞ്ഞിട്ടുള്ളത്. യെല്ലോ കളറിനേക്കാൾ എന്ത് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുള്ളത്? ബ്ലൂ കളർ. അതായത് യെല്ലോ കളറാണ് ഇവിടെ കൂടുതൽ അല്ലേ? നോക്ക്, 6 liter more of yellow than blue is taken. മഞ്ഞ ചായത്തേക്കാൾ, അതായത് മഞ്ഞ കളറിനേക്കാൾ 6 ലിറ്റർ ആർക്ക് കൂടുതലുണ്ട്? നീലക്ക് കൂടുതലുണ്ട് എന്നാ പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ എങ്ങനെ എഴുതാം? മഞ്ഞച്ചായ നമുക്ക് എത്രയാണ്? 5 ലിറ്റർ ആണ്. അതായത് 5 ആണ് റേഷ്യോ. 5x. ഇത് എത്ര കൂടുതലാണ് അതിനേക്കാൾ? ബ്ലൂ കളറിനേക്കാൾ 6 കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി കൊടുക്കേണ്ടത് യെല്ലോ കളർ ഇസ് ഈക്വൽ ടു 2x plus 6. 2x എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറാണ്, 6 അത് കൂടുതലാണ് ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത്. പല കുട്ടികളും കഴിഞ്ഞ ക്ലാസ് കണ്ടപ്പോ ചോദിച്ചിരുന്നു. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് എന്ത് കളറാണ്? യെല്ലോ കളറാണ്. യെല്ലോ കളറിനേക്കാൾ ആരാണ് ഇവിടെ കൂടുതലുള്ളത്? ബ്ലൂ കളറാണ് കൂടുതലുള്ളത്. എത്ര കൂടുതലുള്ളത്? 6 ആണ്. അപ്പൊ ഇങ്ങനെ എഴുതി കൊടുക്കേണ്ട രീതി ഇങ്ങനെയാണ്. റെഡി അല്ലേ? ഇസ് ഈക്വൽ. ഇനി എന്ത് ചെയ്യും? നമ്മൾ കഴിഞ്ഞ ക്ലാസ് സെയിം മെത്തേഡ്. ഇവിടെ 5x ഉണ്ടല്ലോ മക്കളെ. ഈ +2x ഇവിടെ പ്ലസ് ചിഹ്നമാണ്. +2x പ്ലസ് എന്ന് പറയുന്ന സ്ഥാനം സമത്തിന്റെ അപ്പുറത്ത് വരുമ്പോൾ എന്താവും? മൈനസ് ആവും. നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം +2x എന്തായി? -2x ആയി. ഇസ് ഈക്വൽ എന്താടാ? 6 ആയിട്ടുണ്ട്. റെഡി ആണോ? ഇനി എന്താ ചെയ്യുന്നത്? 5x 2x കുറച്ചാൽ എന്തായി? 3x ആയി. ഇസ് ഈക്വൽ എന്തായി? 6 ആയിട്ടുണ്ട്. റെഡി അല്ലേ? ഇനിയോ എക്സിനെ മാത്രം നിർത്തിക്കൂടെ? എക്സ് ഇവിടെ നിർത്തി എന്താ സംഭവിക്കാം? ഇവിടെ ഇൻറ്റു ആണ്. ഇൻറ്റു 3 സമത്തിന്റെ അപ്പുറത്ത് പോയി എന്താവും? ഡിവൈഡഡ് ബൈ ആവില്ല. അപ്പൊ 6/3 എന്നായി. 6/3 എന്ന് പറഞ്ഞ ആൻസർ എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. 6/3 എന്ന് പറഞ്ഞ ആൻസർ എന്താ വരിക? 2 അല്ലേ? അപ്പൊ ആൻസർ എക്സിന്റെ വാല്യൂ 2 എന്ന് കിട്ടിയാൽ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ഈച്ച് ഈസ് മിക്സ്ഡ്. എത്രയാണ് ആ എന്ത് റെഡും നമ്മുടെ ബ്ലൂവും യെല്ലോയും ഉള്ളത് എന്നാണ് ചോദിച്ചത്. കളർ ഓരോന്നും എത്രയാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ബ്ലൂ കളർ നമുക്കറിയാം. ബ്ലൂ എത്രയാണ്? 2 into എക്സിന്റെ വാല്യൂ എത്രയാണ്? 2 അല്ലേ? 2 into 2 എത്ര വന്നു? 4. ഇനിയോ യെല്ലോ കളർ എത്രയാണടാ? യെല്ലോ നമ്മൾ ഓൾറെഡി റേഷ്യോ ആക്കി എടുത്തത് 5 അല്ലേ? അങ്ങനെ 5x, അതായത് 5 into എക്സിന്റെ വാല്യൂ 2 അതിലേക്ക് കൊടുത്തു. ടോട്ടൽ എത്ര കിട്ടി? 10 എന്ന് കിട്ടി. അപ്പൊ നോക്ക്, ബ്ലൂ കളർ എത്രയാണ് എടുത്തിട്ടുള്ളത്? 4ഉം അതുപോലെ യെല്ലോ കളർ എത്ര എടുത്തിട്ടുള്ളത്? 10ഉമാണ്. 10 ലിറ്ററും 4 ലിറ്ററുമാണ് നമ്മൾ എന്ത് എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. മക്കളെ, നമുക്ക് അതിലെ 4th ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പുതിയ തിയറം ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ഇതാണ്: there are 4 right triangles, the ratio of perpendicular sides being 3:4 in each. One more fact about each is given below. Find the length of the sides of each triangle. First question: the difference in the length of the perpendicular sides is 24 meter. Second question: the hypotenuse is 24 meter. Third question: the perimeter is 24 meter. And fourth one: the area is 24 square meter. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് പുതിയൊരു കാര്യം അറിയേണ്ടതുണ്ട്. ആ കാര്യമാണ് സാർ ബോർഡിൽ കൊടുത്തിട്ടുള്ളത്.
പൈതഗോറസ് തിയറം. പൈതഗോറസ് എന്ന് പറയുന്ന മാത്സിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സയന്റിസ്റ്റിന്റെ ഒരു ട്രയാങ്കിൾ ലോ ആണ് സാറ് നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുന്നത്. പൈതഗോറസ് തിയറം അല്ലെങ്കിൽ പൈതഗോറസ് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയും. ഓക്കെ ആണല്ലോ. പൈതഗോറസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ കേസ്. എന്താ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാല് 90 ഡിഗ്രി ട്രയാങ്കിൾ അല്ലെ. ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും ആ ട്രയാങ്കിൾ നമ്മൾ നോക്കിയാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിളിക്കും. ആ ട്രയാങ്കിളിന്റെ കേസിൽ പൈതഗോറസ് ഒരു എന്ന് പറഞ്ഞിട്ടുണ്ട്, നിയമം പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും രണ്ട് സൈഡ് വന്നു കഴിഞ്ഞാൽ മറ്റൊരു സൈഡ് കണ്ടുപിടിക്കാനുള്ള ഒരു കാര്യം പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്നുള്ള പേരിലൊക്കെയാണ് അത് അറിയപ്പെടുന്നത്. സോ അതിലേക്ക് വരാം, ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ അവിടെ വരച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ സൈഡ് എന്താണെടാ, ബേസ് ആണ്. എന്താണ് ബേസ്? ഈ നിൽക്കുന്ന എന്താണ്, ഇങ്ങനെ നിൽക്കുന്നത് ഈ ലൈന് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. എന്താണ് ആൾട്ടിറ്റ്യൂഡ്? നോക്ക്, ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കാണുന്ന ഈ സൈഡ് ഏതാണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് മലയാളത്തിൽ ബേസ് പാദം എന്ന് പറയും, ആൾട്ടിറ്റ്യൂഡിനെ ലംബം എന്ന് വിളിക്കും, ഹൈപ്പോട്ടന്യൂസിനെ കർണം എന്ന് വിളിക്കും. ഈ ട്രയാങ്കിളിലെ ഏറ്റവും ലാർജസ്റ്റ് അല്ലെങ്കിൽ ലോങ്സ്റ്റ് അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് സൈഡ് ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെഡിയാണല്ലോ. ഈ ആൾട്ടിറ്റ്യൂഡിനേക്കാളും ബേസിനേക്കാളും ഏറ്റവും വലുതായിരിക്കും ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണല്ലോ, റെഡി. അപ്പൊ റെഡി, നമ്മൾ എന്ത് ചെയ്യാണ്, പൈതഗോറസ് പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണ്. പൈതഗോറസ് പറഞ്ഞുള്ള ഇത്രയേ ഉള്ളൂ. ഇതിലെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. റെഡിയാണ്? സാർ മുഴുവൻ എഴുതിയിട്ടില്ല, മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ. പൈതഗോറസിന്റെ തിയറമാണ്. റെഡി അല്ലേ? എന്താണ് പറയുക? ഹൈപ്പോട്ടന്യൂസ് ഈ സൈഡ് ഒരു 3 സെന്റിമീറ്ററും ഈ സൈഡ് ഒരു 4 സെന്റിമീറ്ററും തന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഇസ് ഈക്വൽ ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് 5 സ്ക്വയർ എന്നായിരിക്കും. റെഡിയാണ്? സാർ എക്സാമ്പിളിലേക്ക് വരാം, അതിന് മുമ്പേ ഓക്കെ ഇതിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ഇതാണ് ഹൈപ്പോട്ടന്യൂസ് കാണാനുള്ള ഇക്വേഷൻ. റെഡിയാണല്ലോ? ഓക്കെ മക്കളെ, ഇനി ബേസ് സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, നോക്ക്, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ കണ്ടുപിടിച്ചത് എന്താണ് നമ്മൾ മനസ്സിലായിട്ടുണ്ട്. ഈ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് ചെയ്തപ്പോഴാണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ കിട്ടിയതെങ്കിൽ നമുക്ക് ബേസ് സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൈപ്പോട്ടന്യൂസിൽ നിന്നും ആൾട്ടിറ്റ്യൂഡ് മൈനസ് ആണ് ചെയ്തത്. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ മാത്രമേ പ്ലസ് ഉള്ളൂ. ബേസ് സ്ക്വയർ കണ്ടുപിടിക്കാനും ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കണ്ടുപിടിക്കാനും ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിൽ നിന്നും മൈനസ് ആണ് ചെയ്തത്. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളി, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് എന്താണ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. റെഡി അല്ലേ? ഇനി അതുപോലെ തന്നെ ലാസ്റ്റ് ഒരാളും കൂടി ആരാണ്? ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കാണാനുള്ള ഇക്വേഷൻ ആണ്. പറഞ്ഞോളി മക്കളെ, എന്താണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് എന്താണ് പറയും ബേസ് സ്ക്വയർ. റെഡി ആണല്ലോ? എത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഇതിപ്പോ ഒരു 4 ഇതിപ്പോ ഒരു 3 തന്നു കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ കഴിയും. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇനിയിപ്പോ ഇതൊരു 5 തന്നു, ഇതിപ്പോ ഒരു 4 തന്നു. അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കാൻ? നമുക്ക് ബേസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ എന്താണ് മക്കളെ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇതിൽ ലോങ്സ്റ്റ് സൈഡ് അല്ലെങ്കിൽ ലാർജ് സൈഡ് ആയതുകൊണ്ടാണ് അതിൽ നിന്നും ആൾട്ടിറ്റ്യൂഡിനെയും ബേസിനെയും കുറയ്ക്കുന്നത്. റെഡി? ഇനി അതുപോലെ തന്നെ ബേസിനെയും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അതുപോലെ ചെയ്താൽ മതി. റെഡിയാണ്? ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. നമുക്ക് മറ്റ് പഠന കാര്യങ്ങളിലേക്ക്, അതായത് നമ്മുടെ ഏതിലേക്കാണ്, നമ്മുടെ മാത്സിലെ പല എന്താണ് ഏരിയകളിലേക്കും ഇയാൾ കടന്നു വരും. റെഡിയാണല്ലോ? അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, നോട്ടിൽ കൊടുക്കണം. ഈ ഒരു പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഈ ട്രയാങ്കിൾ ഒക്കെ വരച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി എടുത്തു. ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, അപ്ലൈ ചെയ്യാനുള്ളത്. റെഡി? ഞാൻ ചെറിയൊരു എക്സാമ്പിളിലേക്ക് കൂടി വന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് മടങ്ങി വരും. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുക്കാം മക്കളെ. ഞാൻ ബോർഡിൽ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. നോക്ക്, 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ എനിക്ക് ഈ സൈഡ് കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ സൈഡ് എന്തായിരുന്നു? 3 സെന്റിമീറ്റർ ആണ്. അതിന് നമ്മൾ എന്താ പേര് വിളിച്ചത്? ബേസ് അല്ലെ? ഇതെന്തായിരുന്നു? ആൾട്ടിറ്റ്യൂഡ്. അതെന്തായിരുന്നു? 4 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഈ രണ്ട് സൈഡിലും കൂടിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെർപെൻഡിക്കുലാർ സൈഡ് എന്ന് വിളിക്കുന്നത്. എന്ത് സൈഡ്? പെർപെൻഡിക്കുലാർ സൈഡ്. മലയാളത്തിൽ ലംബ വശങ്ങൾ എന്ന് പറയും. ഓക്കെ, 90 ഡിഗ്രി വരുന്ന വശമാണ്. ഓക്കെ, മ്യൂച്വലി പെർപെൻഡിക്കുലാർ ഞാൻ നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡിനെയാണ്, ഈ സ്ലാന്റഡ് ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ചിത്രത്തിൽ കണ്ടുപിടിക്കാനുള്ളത് ഈ ഹൈപ്പോട്ടന്യൂസ് ആണ്.
നമ്മളിപ്പോ കണ്ടുപിടിച്ചു എന്താണ് ഹൈപ്പോട്ടന്യൂസ് കാണാനുള്ള ഇക്വേഷൻ. എന്താണ്? പൈതഗോറസ് സിദ്ധാന്തം അപ്ലൈ ബൈ യൂസിങ് PGT. നിങ്ങൾ പൈതഗോറസിന്റെ സിദ്ധാന്തമൊക്കെ എക്സാമിന് അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്യാൻ നേരെ കൊടുക്കും ബൈ യൂസിങ് PG. പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് എന്താണ് എന്താ ഇക്വേഷൻ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ? ഹൈപ്പോട്ടന്യൂസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബേസിൽ എന്താണത് 3 സ്ക്വയർ ആണ്, ആൾട്ടിറ്റ്യൂഡിൽ എന്താണത് 4 സ്ക്വയർ ആണ്. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 into 3 അല്ലേ? എത്രയാണ്? 9 പ്ലസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 എന്താണ് 16 ആണ്. രണ്ടും കൂടി കൂട്ടിയത് എന്താ 25 എന്ന് വന്നു. ഇനി പുതിയൊരു കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 അല്ലേ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്താണ് 25 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എച്ച് ഹൈപ്പോട്ടന്യൂസിന്റെ ഹൈപ്പോട്ടന്യൂസിനാണ് സ്ക്വയർ സമത്തിന്റെ അപ്പുറത്ത് പോകണം. സ്ക്വയർ സമത്തിന്റെ അപ്പുറത്ത് പോയാൽ എന്താവും? റൂട്ട് എന്നായിട്ട് മാറും. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കൂടുതലായിട്ട് പറയുന്നുണ്ട്. സ്ക്വയർ എന്നുള്ള സമത്തിന്റെ അപ്പുറത്ത് പോയാൽ എന്താണ് നമുക്ക് റൂട്ട് ആവും. സോ റൂട്ട് 25 എന്ന് പറഞ്ഞാൽ എന്താണ് 5 സെന്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അതായത് പ്ലസ് സമത്തിന്റെ അപ്പുറത്ത് പോയി മൈനസ് ആവും, മൈനസ് സമത്തിന്റെ അപ്പുറത്ത് പോയി പ്ലസ് ആവും, ഇൻഡു എന്നുള്ള സമത്തിന്റെ അപ്പുറത്ത് പോയി ഡിവിഷൻ ആവും, ഡിവിഷൻ സമത്തിന്റെ അപ്പുറത്ത് പോയി ഇൻഡു ആവും, സ്ക്വയർ എന്ന് പറയുന്ന സമത്തിന്റെ അപ്പുറത്ത് റൂട്ട് ആവും, റൂട്ട് സമത്തിന്റെ അപ്പുറത്ത് പോയാൽ എന്താവും മക്കളെ സ്ക്വയറും ആയിട്ട് മാറും. അതായത് +2 എന്ന് പറഞ്ഞ സമത്തിന്റെ അപ്പുറത്ത് മൈനസ് ആവില്ലേ? ആ മെത്തേഡ് തന്നെ. ഓക്കെ, അതായത് പുതിയൊരാളും കൂടി നിങ്ങൾ പഠിക്കുകയാണ്. ഇപ്പോ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം സമത്തിന്റെ അപ്പുറത്ത് പോയാൽ റൂട്ട് ആയിട്ട് മാറും. റെഡി ആണല്ലോ? അപ്പൊ എന്തായിട്ടുണ്ട്? റൂട്ട് സ്ക്വയർ സമത്തിന്റെ അപ്പുറത്ത് റൂട്ടായി റൂട്ട് 25 എന്ന് പറഞ്ഞ 5 സെന്റിമീറ്റർ ആയി. നമുക്ക് അറിയുന്ന കാര്യം നോക്ക്. ഇപ്പൊ നമുക്ക് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ആണ്. അപ്പൊ ഈ സ്ക്വയർ സമത്തിന്റെ അപ്പുറത്ത് പോയാൽ എന്താ റൂട്ട് 4 എന്നായി. അപ്പൊ റൂട്ട് 4 എന്ന് പറഞ്ഞ ആൻസർ എന്തായിട്ടുണ്ട്? 2 ആയിട്ടുണ്ട്. ആ മെത്തേഡ് റൂട്ട് 25 എന്ന് പറഞ്ഞ എന്തായിട്ടുണ്ട്? 5 ആയിട്ടുണ്ട്. അതായത് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ സമത്തിന്റെ അപ്പുറത്ത് റൂട്ട് 25 ആയി. റെഡി അല്ലേ? റൂട്ട് 25 ആയി. അങ്ങനെ റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5 മാത്രമേ ഉള്ളൂ. അതാണ്. ഓക്കെ ആണല്ലോ? ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഈ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാനുള്ളത്. ഓക്കെ ആണല്ലോ? നമുക്ക് ഇനി നേരെ ക്വസ്റ്റ്യനിലേക്ക് മക്കളെ. അപ്പൊ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് വരാം. നമ്മൾ പൈതഗോറസിനെ കുറിച്ച് പഠിച്ചു. പൈതഗോറസിന്റെ തിയറം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പൈതഗോറസിന്റെ തിയറം അപ്ലൈ ചെയ്യുക എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു 4 റൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 4 റൈറ്റ് ട്രയാങ്കിൾസിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. 3:4 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സാറിന് 3x എന്നും 4x എന്നും കൊടുത്തിട്ടുണ്ട്. ആ കാര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് താഴെ ഒരു 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ 4 ക്വസ്റ്റ്യൻസ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പ്രകാരം അതിൽ എന്താണോ അവർ പ്രസ്താവിച്ചിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? ആ ട്രയാങ്കിളിന്റെ ആ റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സ് 4 ക്വസ്റ്റ്യനിലും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സൈഡ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പൊ നോക്ക്, നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ദ ഡിഫറൻസ് ഇൻ ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ് ഈസ് 24 മീറ്റർ. 24 മീറ്റർ ആണ് പെർപെൻഡിക്കുലർ എന്താണ് സൈഡ്സ് തമ്മിലുള്ള ഡിഫറൻസ്. എന്താ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെർപെൻഡിക്കുലർ എന്നൊക്കെ നമ്മൾ പഠിച്ചു. ബേസും ആൾട്ടിറ്റ്യൂഡുമാണ് പെർപെൻഡിക്കുലർ സൈഡ്. ഈ സ്ലാൻഡ് ചെയ്ത് കിടക്കുന്നത് അതായത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദ ട്രയാങ്കിൾ. ആ ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദ ട്രയാങ്കിൾ ആയിരിക്കും എന്ത്? ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ ദ ലോങ്സ്റ്റ് സൈഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുൻപ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് ബേസും ആന്റിറ്റ്യൂഡും തന്നിട്ടുണ്ട്. നമുക്ക് ഒരാളും കൂടി കിട്ടാൻ ആരാണ്? ഈ സൈഡ്. ആരാണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പൊ സാറ് പറഞ്ഞേക്കാം പൈതഗോറസിന്റെ ലോ അപ്ലൈ ചെയ്ത് ബൈ യൂസിങ് PGT പൈതഗോറസ് സിദ്ധാന്തം അല്ലെങ്കിൽ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിച്ചൂടെ? എന്താണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ? h സ്ക്വയർ എന്ന് കൊടുക്കുന്നു. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. റെഡി അല്ലേ? ഓക്കെ, എന്താണ് ബേസ് സ്ക്വയർ എന്നുള്ളത്? 3x സ്ക്വയർ ആണ്. പ്ലസ് എന്താണ് ആൾട്ടിറ്റ്യൂഡ് ഉള്ളത്? 4x സ്ക്വയർ ആണ്. റെഡി അല്ലേ? ഹൈപ്പോട്ടന്യൂസ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, 3x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ എത്രയാണ്? 9 ആണ്. x സ്ക്വയറും x സ്ക്വയർ. റെഡി അല്ലേ? പ്ലസ് 4 സ്ക്വയർ എത്രയാണ്? 16 ആണ്. x സ്ക്വയറും x സ്ക്വയർ. സോ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടി നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുക 25x സ്ക്വയർ അല്ലേ? 9ഉം 16ഉം പ്ലസ് ചെയ്ത 25 ആണ്. x സ്ക്വയർ ആണ് കൂടുന്നത്. റെഡി? ഇനി ഇവിടെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഉണ്ടല്ലോ, നമ്മൾ പുതിയൊരു കാര്യം കൂടി പഠിക്കാൻ പോകും. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലസ് എന്ന് പറയുന്ന ഒരു സാധനം സമത്തിന്റെ അപ്പുറത്ത് പോയാൽ മൈനസ് ആവും, മൈനസ് എന്ന് പറയുന്ന സാധനം സമത്തിന്റെ അപ്പുറത്ത് പോയാൽ പ്ലസ് ആവും, ഇൻഡു എന്ന് പറയുന്ന സാധനം സമത്തിന്റെ അപ്പുറത്ത് പോയാൽ ഡിവിഷൻ ആവും, ഡിവിഷൻ സമത്തിന്റെ അപ്പുറത്ത് പോയാൽ ഇൻഡു ആവും. ഇനി പുതിയൊരാണ്
ഇവിടെ സ്ക്വയർ ഉണ്ടല്ലോ, ഈ ഒരു സ്ക്വയർ സമത്തിന്റെ അപ്പുറത്ത് പോലെ ആവുന്നതാണ് റൂട്ട്. അതുപോലെ തന്നെ റൂട്ട് സമത്തിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതെന്തോ അവിടെ സ്ക്വയറും ആവും. റെഡി അല്ലേ? അത് സ്ക്വയർ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. പ്ലസ് സമത്തിന്റെ അപ്പുറത്ത് പോകും മൈനസ് ആവും. പ്ലസ് 2 എന്ന് പറഞ്ഞാൽ സമത്തിന്റെ അപ്പുറത്തേക്ക് -2 ആവും. മൈനസ് പ്ലസ് ആവും, ഇൻറ്റു ഡിവിഷൻ ആവും, ഡിവിഷൻ ഇൻറ്റു ആവും, സ്ക്വയർ റൂട്ട് ആവും, റൂട്ട് സ്ക്വയർ ആവും. ഓക്കെ, ഇവിടെ സ്ക്വയർ ഉണ്ട്. ഈ സ്ക്വയർ സമത്തിന്റെ അപ്പുറത്ത് പോലെ എന്താവും? H എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ആണ്. മലയാളത്തിൽ കർണം എന്ന് വിളിക്കും. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അതായത് സമത്തിന്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ √25 എന്തായിട്ടുണ്ട്? X സ്ക്വയർ എന്നായിട്ടുണ്ട്. റെഡി ആണല്ലോ? 25 X സ്ക്വയർ എന്നായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ കർണം സ്ക്വയർ ഇസ് ഈക്വൽ എന്ത് വരും? 25. 25ന്റെ സ്ക്വയർ എന്താണ്? 25ന്റെ സ്ക്വയർ പറഞ്ഞാൽ ഈ നമുക്ക് വേറെ കാര്യം കൂടിയുണ്ട്. ഈ സ്ക്വയറിന്റെയും റൂട്ടിനും നമുക്ക് വെട്ടാൻ കഴിയും. സ്ക്വയറും റൂട്ടും നമുക്ക് എന്ത് ചെയ്യാൻ? വെട്ടാം. അതായത് 25x സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്നായി ശ്രദ്ധിക്കണം. സാർ വെട്ടുന്നതിന് ഒരു കാര്യം കൂടി പറയാണ്. 25x സ്ക്വയർ എന്ന് പറഞ്ഞാൽ √25 ഇൻറ്റു √x സ്ക്വയർ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ട് സാധനങ്ങളാണ് സാർ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. റെഡി ആണല്ലോ? ഇനി എന്ത് ചെയ്യാം? √25 എന്ന് പറഞ്ഞാൽ 5 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ക്വയർസിന്റെ കേസിൽ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ആ സ്ക്വയർ സമത്തിന്റെ റൂട്ട് ഇവിടെ 1 സ്ക്വയർ ആണ്. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ഈ സ്ക്വയർ സമത്തിന്റെ അപ്പുറത്ത് പോയത് റൂട്ട് ആയില്ലേ? അപ്പൊ √1 എന്ന് പറഞ്ഞ ആൻസർ എന്തായിട്ടുണ്ട്? 1 ആയിട്ടുണ്ട്. ഇനി 2 സ്ക്വയർ എടുത്തോളൂ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. അപ്പൊ ഈ സ്ക്വയർ സമത്തിന്റെ അപ്പുറത്ത് പോയത് എന്തായി? റൂട്ടായി. √4 എന്ന് പറഞ്ഞ ആൻസർ എന്തായിട്ടുണ്ട്? 2 ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെയാണ്. ഓക്കെ, √25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? 5 ആണ്. റെഡി? ഇൻറ്റു ഈ സ്ക്വയറിന് റൂട്ടിന് നമുക്ക് വെട്ടാൻ പറ്റും. മറന്നുപോയത് സ്ക്വയർ റൂട്ട് നമുക്ക് വെട്ടാം. ആൻസർ എന്തായി? 5 × x എന്ന് പറഞ്ഞ ആൻസർ എന്തായിട്ടുണ്ട്? 5x. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ്? 5x എന്ന് കിട്ടി. എന്ത്? ഹൈപ്പോട്ടന്യൂസ്. അപ്പം ഹൈപ്പോട്ടന്യൂസ് നമുക്ക് 5x എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ടുണ്ട്? ഈ ഒരു സാധനത്തിന്റെ നമുക്ക് എത്ര സൈഡ്സ് കിട്ടിയിട്ടുണ്ട്? ഇപ്പൊ 3 സൈഡ്സും ആയി കഴിഞ്ഞു. നമുക്ക് 3 സൈഡ്സും ആയി കഴിഞ്ഞു. റെഡി? നമുക്ക് 3 വശങ്ങളും 3 സൈഡ്സും ആയി കഴിഞ്ഞു. റെഡി ആണല്ലോ? ഏതൊക്കെ ഇപ്പം കിട്ടിയ സൈഡ്? 3x ആയിട്ടുണ്ട്, 4x ആയിട്ടുണ്ട്. ഇത് രണ്ടും എന്താണ്? പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്. ഇപ്പൊ നമുക്ക് കിട്ടിയ സൈഡ് കൂടി ഏതാണ്? 5x. ഇതെന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. റെഡി അല്ലേ? കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? 3 സൈഡ്സ് ആയി കഴിഞ്ഞാൽ ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞ കണ്ടീഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ട്രയാങ്കിളിന്റെ ഈ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ചുള്ള എന്ത് കിട്ടും? സൈഡ്സ് കിട്ടും. നമുക്ക് ഡിഫറൻസ് ഇൻ ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ഈസ് 24 മീറ്റർ എന്നാണ്. ഓക്കെ, അതായത് നമ്മുടെ ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഏതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ്? പെർപെൻഡിക്കുലർ സൈഡ്സ്. ഏതൊക്കെ പെർപെൻഡിക്കുലർ സൈഡ്സ്? 4x ഉം 3x ഉം തമ്മിലുള്ള ഡിഫറൻസ്. 4x ഉം 3x തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 24 ആണ്. ഓക്കെ, 4x ൽ നിന്ന് 3x മൈനസ് എന്താ വരിക? x ആയി. 4x ൽ നിന്ന് 3x കുറഞ്ഞാൽ x അല്ലേ? ഇസ് ഈക്വൽ എന്തായിരുന്നു മക്കളെ? 24. റെഡി അല്ലേ? റെഡി ആണോ? അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 24 എന്ന് കിട്ടി. ഇനി എക്സിന്റെ വാല്യൂ നമുക്ക് 24 എന്ന് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൈഡും ഈ സൈഡും ഈ സൈഡും കണ്ടുപിടിച്ചൂടെ? ഇതിപ്പോ 5x അല്ലേ ഈ സൈഡ് കിട്ടിയിട്ടുള്ളത്? അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യണം? കണ്ടുപിടിച്ചൂടെ? എങ്ങനെ? നമുക്ക് ഫസ്റ്റ് സൈഡ് 3x, അതായത് ഫസ്റ്റ് സൈഡാണ് 1 കിട്ടത്. 3 ഇൻറ്റു എന്ത് ചെയ്യാൻ മക്കളെ? 3 ഇൻറ്റു 24 നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 3 × 24 എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളുകൾ വേണമെങ്കിൽ ഷെയർ ചെയ്ത് നോക്കാം. 3 × 24 എന്ന് പറഞ്ഞാൽ 3 × 4 എന്താണ്? 12. ബാലൻസ് 1 ആണ്. റെഡി അല്ലേ? 3 × 2 6, 6 ഉം 1 ഉം 7. അപ്പൊ എന്ത് വന്നു? 72 സെന്റിമീറ്റർ ആണ് എന്ത്? ഒരു സൈഡ്. ഇനി 4x വരുന്ന സൈഡ് എന്താണ്? രണ്ടാമത്തെ സൈഡാണ്. പെർപെൻഡിക്കുലർ സൈഡ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 × 24 ചെയ്ത് നോക്ക്. 4 × 24 ഇവിടെ എന്താക്കാം? 3 എന്നുള്ളത് നമുക്ക് 4 ആക്കി ഇൻറ്റു ചെയ്യാം. ഓക്കെ, 4 × 4 16, ബാലൻസ് 1. 4 × 2 8 ഉം 8 ഉം 1 ഉം 9. എന്ത് വന്നു? 96 എന്ന് കിട്ടി. ഇത് തേർഡ് സൈഡ് ഏതാണ് മക്കളെ? 5x അല്ലേ? അതായത് 5 ഇൻറ്റു ആ കിട്ടിയ x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പൊ x എന്ന് വന്നു 24. അപ്പൊ എന്ത് വന്നു? നേരെ 24 × 5 അല്ലെ? 5 × 4 20, ബാലൻസ് 2. 5 × 2 10, 10 ഉം 2 12. അപ്പൊ എന്ത് വന്നു? 120 എന്ന് നമുക്ക് എന്ത് കിട്ടിയതാ? ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ 72 ആണ് ഒരു സൈഡ്, മറ്റൊരു സൈഡ് 96 ആണ്, മറ്റൊരു സൈഡ് 120 ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഏത് പ്രോപ്പർട്ടി നമ്മൾ പുതുതായിട്ട് പഠിച്ചിട്ടുള്ളത്? പൈതഗോറസിന്റെ നിയമമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. വെരി ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും മറന്നുപോയത്. നമ്മൾ ആദ്യം പൈതഗോറസിന്റെ തിയറം ഉപയോഗിച്ചിട്ട് എന്ത് കണ്ടുപിടിച്ചു? ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദ ട്രയാങ്കിൾ കണ്ടുപിടിച്ചു. ആ സൈഡ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ
പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ എന്ത് കണ്ടു, ഡിഫറൻസ് കണ്ടു. അപ്പൊ നമുക്ക് അതിന് എക്സ് എന്ന് പറയുന്ന സാധനത്തിന്റെ വാല്യൂ കിട്ടിയില്ലേ? ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഇതിലുണ്ട്, ഇതിലുണ്ട്, ഇതിലുണ്ട്. ഈ എക്സ് കാണുന്ന സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? 24. ഈ എക്സ് കാണുന്നത് 24, ഈ എക്സ് കാണുന്നത് 24 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി മക്കളെ? ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള എന്ത് കിട്ടി? എന്ത് കിട്ടിയടാ? ട്രയാങ്കിളുടെ സൈഡ്സ് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. ഓക്കെ മക്കളെ, അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ഈസ് 24 മീറ്റർ. ഓക്കെ ആണല്ലോ. ഹൈപ്പോട്ടന്യൂസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? 24 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സൈഡ്സ് തന്നെയാണ് തന്നിട്ടുള്ളത്. ഈ കുഞ്ഞ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ക്വസ്റ്റ്യൻ പോലെ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്ത് തന്നെയാണ്? എല്ലാ ക്വസ്റ്റ്യനിലും സൈഡ്സ് ആണെന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. റെഡി അല്ലേ? അപ്പൊ ഹൈപ്പോട്ടന്യൂസ് 24 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് 24 സെന്റിമീറ്റർ അല്ല, മീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോട്ടന്യൂസ് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചു. പൈതഗോറസ് നിയമം ഉപയോഗിച്ചിട്ട്. എത്രയാണ് മക്കളെ? 5x അല്ലേ? അപ്പൊ 5x ഇസ് ഈക്വൽ ടു എത്രയാണ് മനസ്സിലായിട്ടുണ്ട്? 24 ആണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഡയറക്റ്റ് നമുക്ക് എക്സ് എന്നോട് വെച്ചൂടെ? ഈ ഇൻറ്റു 5 അങ്ങോട്ട് പോയി എന്താടാ? ഡിവൈഡ് ബൈ 5 എന്നായി. സോ എക്സ് ഈക്വൽ നമുക്ക് കിട്ടിയത് 24. നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കിട്ടുന്ന ആൻസർ ആണ് 4.8. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ 4.8 എന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ 4.8 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ബേസിൽ എന്താണ്? ഫസ്റ്റ് സൈഡ് ബേസിൽ ഏതാണ്? 3x അല്ലേ? അതിന് 3 × 4.8 ചെയ്താൽ പോലെ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. 3 × 4.8 എന്ന് പറഞ്ഞാൽ 14.4 മീറ്റർ. സെക്കൻഡ് എന്താണ്? 4x ആൾട്ടിറ്റ്യൂഡിൽ അല്ലെ? 90 ഡിഗ്രി എന്നുള്ള ഭാഗം 4 × 4.8 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര ആയിരിക്കടാ? 19.2. എത്രയാണ്? 19.2 മീറ്റർ. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്ന സൈഡിൽ കേട്ടോ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ അല്ല, തേർഡ് സൈഡ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 5x നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 24 ആണ്. തേർഡ് സൈഡ് 24 ആണ് എന്ന് നമുക്ക് തന്നിട്ടുമുണ്ട്. ഹൈപ്പോട്ടന്യൂസ് അങ്ങനെയാണെങ്കിൽ 14.4, 19.2, 24 ഇത് മൂന്നുമാണെന്ത്? ഈ ട്രയാങ്കിളിന്റെ ഈ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിട്ടുള്ള എന്താടാ? സൈഡ്സ്. ഓക്കെ ആണല്ലോ. നമ്മൾ ഞാൻ ചെയ്തപ്പോൾ തന്നെ 5x = 24. എന്താ കാരണം? ഹൈപ്പോട്ടന്യൂസ് ഈസ് 24 എന്ന് വന്നിട്ടുണ്ട്. കാരണം ഹൈപ്പോട്ടന്യൂസ് 5x ആണ് ട്രയാങ്കിൾ ഉള്ളത്. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം മക്കളെ. നമുക്ക് അതിലെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? The perimeter is 24 meter. എന്താണ് പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ചുറ്റളവ് എന്ന് മലയാളത്തിൽ വിളിക്കും. ചുറ്റുമുള്ള അളവ്. ഏത് ഷേപ്പിന്റെ പെരിമീറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ, ചുറ്റളവ് ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ള അളവുകൾ എന്ത് ചെയ്താൽ മതി? പ്ലസ് ചെയ്താൽ മതി. നമ്മുടെ റെക്ടാങ്കിൾ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ സൈഡ് പ്ലസ് ഈ സൈഡ് പ്ലസ് ഈ സൈഡ് പ്ലസ് ഈ സൈഡ്. ട്രയാങ്കിൾ ആണെങ്കിലോ എത്ര സൈഡ്സ്? 3 സൈഡ്സ് അല്ലേ? അതായത് ഈ സൈഡ് പ്ലസ് ഈ സൈഡ് പ്ലസ് ഈ സൈഡ് 3 സൈഡ്സ് പ്ലസ്. ഏത് ഷേപ്പ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റളവാണെങ്കിൽ മക്കൾ അതിന് ചുറ്റുമുള്ള അളവിനെ പ്ലസ് ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ ട്രയാങ്കിളിന്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ ഈ സൈഡ് പ്ലസ് ഈ സൈഡ് പ്ലസ് ഈ സൈഡ് ആവില്ലേ? പറയും എത്രയാണ്? 3x പ്ലസ് 4x പ്ലസ് 5x ഈക്വൽ എന്തായിട്ടുണ്ട് മക്കളെ? ആൻസർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 24 ആണ്. അപ്പൊ ഫുൾ എക്സ് കാരണം നമുക്ക് പ്ലസ് ചെയ്തൂടെ? 3 + 4 7 ആണ്. 7 + 5 എന്താണടാ? 12 ആണ്. അപ്പൊ എക്സ് ഉണ്ട്, എക്സ് കൂടെ കൊടുത്തു. ഇസ് ഈക്വൽ 24 ആണ്. ഇനി നമുക്ക് എക്സിനോട് നിർത്തി കൂടെ? ഇൻറ്റു 12 സമത്തിന്റെ അപ്പുറത്ത് പോലെ എന്താവും മക്കളെ? ബൈ 12 ആവൂലേ? ആവും. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ എന്ത് കിട്ടി? 24 ഡിവൈഡ് ബൈ 12 എന്ന് പറയാൻ ആൻസർ 2 അല്ലേ? 24 12 എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം അല്ലേ? ഒരു 12 12 2 12 24. 2 × എന്താണ്? 20 12 ആണ് 24. അങ്ങനെയാണെങ്കിൽ x = 2 കിട്ടിയിട്ടുണ്ട്. റെഡി. അപ്പൊ x 2 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റു സൈഡ്സ് വളരെ ഈസി ആയിട്ട് കണ്ടുകൂടെ? 1 2 3. നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യാനുള്ളതാണ്? ഈ ട്രയാങ്കിൾ 3 സൈഡ്സ് കാണാനുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് അനുസരിച്ച്. നോക്ക്. അപ്പൊ x 2 ആണ്. അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ സൈഡ് എന്താണ്? 3x ആണ്. അങ്ങനെ 3 × 2 ആൻസർ എന്ന് വന്നു 6 ആയി. രണ്ടാമത്തെ സൈഡ് എന്താണ്? ആൾട്ടിറ്റ്യൂഡ് 4 ആണ്. 4x ആണ്. 4 × 2 എന്ന് പറയുമ്പോൾ എന്താണ്? 8 ആയിട്ടുണ്ട്. ലാസ്റ്റ് സൈഡ് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് 5x അല്ലേ? 5 × 2 എന്തായിട്ടുണ്ട്? 10 ആയിട്ടുണ്ട്. ഒക്കെ മീറ്ററിലാണ്. റെഡി അല്ലേ മക്കളെ? 3 × 2 6, 4 × 2 8, 5 × 2 10. അങ്ങനെയാണെങ്കിൽ 3 സൈഡ് നോക്ക്. 6 8 10. നിങ്ങൾ ഈ സൈഡ്സുകളൊക്കെ നമ്മൾ കിട്ടുമ്പോൾ ലാസ്റ്റ് സൈഡ്സ് ആർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? എഴുതി വെക്കണം. സൈഡ്സ് ആർ 6 മീറ്റർ, പിന്നെന്താണ്? 8 മീറ്റർ, 10 മീറ്റർ. എല്ലാ ക്വസ്റ്റ്യനിലും നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കണം. കാരണം എല്ലാ ക്വസ്റ്റ്യന്റെയും സൈഡ്സ് കാണാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. റെഡി അല്ലേ? നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. റെഡി അല്ലേ
മക്കളെ നമുക്ക് ഈ ഒരു സെക്ഷനിലെ അതായത് 4ാമത്തെ ക്വസ്റ്റ്യനിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. സയൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓക്കെ, ആ ക്വസ്റ്റ്യനിലേക്ക് വരുന്നത് മടങ്ങി വരാം. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത്? ഏരിയ ഈസ് 24 സ്ക്വയർ മീറ്റർ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഏരിയ ഈസ് 24 സ്ക്വയർ മീറ്റർ. നമുക്കറിയാം ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഈ സാധനം വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ട്രയാങ്കിൾ സൈഡ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. എന്താണ് ട്രയാങ്കിൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ? ട്രയാങ്കിൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയാൻ ഹാഫ് ബി എച്ച് ആണ്. അത് കൊടുക്കണ്ട. ആദ്യം ഏരിയ ഓഫ് ട്രയാങ്കിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന സാധനം AO ട്രയാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് ആണ്. റെഡി അല്ലേ? ഇത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഹാഫ് ബി എച്ച് എത്രയാണെന്ന്. ഏരിയ ഈസ് 24 സ്ക്വയർ മീറ്റർ എന്നാണ്. സ്ക്വയർ മീറ്റർ മീറ്റർ സ്ക്വയർ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. റെഡി ആണല്ലോ? ഓക്കെ, അപ്പൊ എങ്ങനെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ബി എച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാഫ് ഇൻറ്റു ബേസിൽ എത്രയുള്ളത്? 3x അല്ലേ ട്രയാങ്കിള്? 3x ഇൻറ്റു ആൾട്ടിറ്റ്യൂഡിൽ എന്താണത്? 4x. അതായത് ബേസ് ഇൻറ്റു ഹൈറ്റ്. റെഡി അല്ലേ? ബേസ് ഇൻറ്റു ഹൈറ്റ് ഈസ് ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 24 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ 24 എന്നായിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 4x-നെയും 2x-നെയും കട്ട് ചെയ്തൂടെ? 4x 2x ടൈംസ് ആണ്, 2x ടൈംസ് ആണ്. അല്ലെങ്കിൽ 4 മാത്രം കട്ട് ചെയ്ത് x കൂടെ ഇട്ടാലും മതി. ഓക്കെ, ഇനി ബാക്കി ആരുള്ളത്? 3x into 2x അല്ലേ? 3x into 2x എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മക്കളെ? 6x എന്നായിട്ടില്ലേ? 6 ഇൻറ്റു ചെയ്യുന്നത് 6x ഹോൾ സ്ക്വയർ വരും. റെഡി ആണല്ലോ? 3x into 2x എന്ന് പറഞ്ഞാൽ 3 into 2 6. റെഡി? ഇനി x into x എന്താ വരിക? x സ്ക്വയർ. റെഡി അല്ലേ? ഈസ് ഈക്വൽ ടു 24. റെഡി? ഇനി നമ്മൾ എക്സ് സ്ക്വയറിനെ മാത്രം ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇവിടെ ആരുടെ 24 ഉണ്ട്. ഇൻറ്റു 6 ഇങ്ങോട്ട് വന്നാൽ ബൈ 6 ആവില്ല. 24/6. സോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ എന്തായിട്ടുണ്ട്? 24/6 എന്ന് പറയാൻ ആൻസർ കിട്ടും 4 എന്നല്ലേ കിട്ടുക. 6 എത്ര പ്രാവശ്യം കൂടെ 24? 1 into 6 6, 2 into 6 12, 3 into 6 18, 4 into 6 24 ആണ്. അപ്പൊ റെഡി ആയിട്ടുണ്ട്. 4 ടൈംസ് ആണ്. ഇനി എക്സ് സ്ക്വയർ എന്നാ കിട്ടിയത്. നമുക്ക് എന്താ വേണ്ടത്? എക്സ് അല്ലേ വേണ്ടത്. അപ്പൊ സാർ നേരത്തെ പറഞ്ഞ കാര്യം എന്ത്? എക്സിനെ മാത്രം നിർത്തുക. സ്ക്വയർ സമത്തിന്റെ അപ്പുറത്ത് പോലെ എന്താവും? റൂട്ട് അല്ലേ? √4 എന്നായിട്ട് മാറും. സ്ക്വയർ സമത്തിന്റെ അപ്പുറത്ത് പോലെ റൂട്ട് ആവും. സോ എക്സ് ഈസ് ഈക്വൽ ടു √4 എന്ന് പറയാൻ ആൻസർ എത്രയാണ്? ഞാൻ പറഞ്ഞിരുന്നു 2. അതായത് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയർ സമത്തിന്റെ അപ്പുറത്ത് പോയാൽ √4 ആയിട്ടുണ്ട്. റെഡി അല്ലേ? √4 എന്ന് പറയാൻ ആൻസർ എന്താണ്? 2 ആണ്. ഓക്കെ, റെഡി. അങ്ങനെയാണ് നമുക്ക് എക്സിന്റെ വാല്യൂ 2 എന്ന് കിട്ടിയാൽ ആ 3 സൈഡ്സ് നമുക്ക് കണ്ടുപിടിച്ചു. അപ്പൊ ഫസ്റ്റ് സൈഡ് എന്താണ്? 3x ആണ്. അപ്പൊ 3 into 2 എത്രയാണ്? 6. സെക്കൻഡ് സൈഡ് എന്താണ്? 4x ആണ്. 4 into 2 എന്തായി? 8. തേർഡ് സൈഡ് 5x അല്ലേ? അപ്പൊ 5 into ഈ 2 10. അപ്പം ഒക്കെ മീറ്റർ നിങ്ങൾ ലാസ്റ്റ് കൊടുക്കണം. The sides are എന്താണ്? 6 meter, 8 meter, 10 meter. ഒരു നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. പൈതഗോറസിന്റെ തിയറം കൂടി നമ്മൾ ഇതിൽ പഠിക്കുകയാണ്. അടുത്ത വർഷങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പൈതഗോറസ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാനൊക്കെ ഉണ്ട് പ്രവർത്തനങ്ങൾ. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 2 ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ നന്നായി ഉഷാറായിട്ട് പഠിക്കുക. ഓക്കെ, മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.